നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വൈദ്യുതി സംബന്ധമായിട്ടുള്ള KSEBയുടെ എല്ലാ സേവനങ്ങളും ഇപ്പോൾ ഓൺലൈനിലായ വിവരം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മൾ കൂടുതൽ ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിനെക്കുറിച്ചിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാര്യം. കാരണം വെച്ചാൽ ഒട്ടുമിക്കവാറും ആൾക്കാർ, പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ എല്ലാം ഈ ഓൺലൈൻ സേവനത്തിൻ്റെ കാര്യങ്ങൾ അറിയാതെ കണ്ട് ഇവർ നമ്മുടെ KSEB ഓഫീസുകളിലും മറ്റും പോയി ക്യൂ നിന്ന് ലാസ്റ്റ് അങ്ങേ അറ്റം ചെന്ന് കഴിയുമ്പം അവർ പറയും അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ CSC സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ആ ടൈമിലാണ് അവർ ഇത് മനസ്സിലാക്കുന്നത്, ഇങ്ങനെ ഓൺലൈൻ സേവനം ഇത് ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ KSEBയുടെ ഓൺലൈൻ അപേക്ഷകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇപ്പോൾ പുതിയ കണക്ഷൻ, അതായത് ടെമ്പററി കണക്ഷൻ എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ടെമ്പററി കണക്ഷൻ പെർമനൻ്റ് ആക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ഓതറൈസ്ഡ് ഇലക്ട്രീഷ്യനുമായിട്ട് ചേർന്നതിന് ശേഷം ആ ഫയൽ റെഡിയാക്കി നമ്മുടെ CSC സെൻറ്ററുകളിൽ കൊണ്ടു തന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ അത് ഓൺലൈനിൽ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സേവനങ്ങൾ KSEBയിൽ പെട്ടെന്ന് ലഭിക്കുവാൻ ഇടയാവും. അത് ഇനിയും അറിയാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, പേരുമാറ്റൽ, എല്ലാ കാര്യങ്ങളും KSEBയുമായിട്ട് സംബന്ധിച്ച് നമ്മുടെ സെൻട്രലായാലും മറ്റുള്ള CSC കേന്ദ്രങ്ങളിലായാലും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് കൂടുതലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാം. ഇപ്പം ഞാൻ തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 10-50ഓളം ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മുടെ KSEBയിൽ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ള സെൻറ്ററുകളിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള CSC കേന്ദ്രങ്ങളിൽ ചെന്ന് ഈ സേവനങ്ങൾ എല്ലാം ചെയ്ത് നമ്മുടെ KSEBയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുവാനായി ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫ്രം SG.